ശ്രദ്ധിച്ചോണേ പറയുന്ന ചിന്ത. ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ ദൈവം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വില്ലേജിന്റെ അകത്ത് ഒതുങ്ങുന്ന പുള്ളി അല്ല, ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ അകത്ത് ഒതുക്കാൻ പറ്റുന്നവൻ അല്ല. ഈശ്വരൻ പടച്ചവൻ സൃഷ്ടാവെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ വില്ലേജിലോ ഒതുക്കാൻ പറ്റുന്ന പുള്ളി അല്ല. ദൈവം ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് തളച്ചിടാൻ പറ്റുന്നവൻ അല്ല. ദൈവം ഇനി മുതൽ പിന്നെ കോട്ടയം ജില്ലയിലുണ്ട്, ബാക്കിയുള്ള ജില്ലക്കാരൊക്കെ ഇങ്ങോട്ട് വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവത്തെ ഒരു ജില്ലയിലും തളച്ചിടാൻ പറ്റത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവായ ദൈവം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞ അവൻ ചിലപ്പോൾ കേൾക്കും, ശരി സേട്ടാ അങ്ങനെ ചെയ്യാം സേട്ടാ എന്നവൻ പറയും. അതുപോലെ മനുഷ്യന്റെ കൽപ്പനകൾക്കും വാക്കുകൾക്കും അനുസരിക്കുന്ന ഒന്നല്ല സൃഷ്ടാവായ ദൈവം. MBBS MD ഡിഗ്രിയൊക്കെ പഠിച്ച ഡോക്ടർമാർ അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്ത് ചൊടുവി പറയുന്നൊരു പദമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. സകലമാന ഡിഗ്രിക്കും മേലെയാണ് ദൈവം. മനസ്സിലായോ? ഇവിടെ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ ദൈവത്തെ അനുസരിപ്പിക്കാൻ നോക്കുക. അത് നമ്മുടെ ആളുകളും കുറച്ചൊക്കെ കരുതിയിരിക്കണം. ഇപ്പോൾ കുറേ പിള്ളേർ സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്, സ്റ്റേജൊക്കെ കയറി ആത്മാവ് ഇപ്പോൾ തന്നെ ശക്തിയോടെ ഇറങ്ങട്ടെ വ്യാപരി. ഇവൻ പറയുമ്പോൾ കയറാനും ഇറങ്ങാനും അവൻ്റെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. ഇതൊക്കെ ഇച്ചിരി ഗൗരവമുള്ള വിഷയമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ശുശ്രൂഷ പിള്ളേർ കളിയല്ല, കുഞ്ഞുകളിയല്ല. സ്റ്റേജൊക്കെ കയറി കിടന്ന് എന്തെല്ലാം വിക്രിയകളാണെന്നറിയാമോ? അടുത്തിരിക്കുന്നവരെ നോക്കി പല്ലിളിച്ച് പിന്നെ ഒന്ന് കുലുക്കി ആട്ടി, ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. മര്യാദയ്ക്ക് കർത്താവിന് പാടി ശുശ്രൂഷ ചെയ്യുന്നവരൊന്നും ഇപ്പം ആവശ്യം ഇല്ല. സ്തോത്രം. മനസ്സിലായോ? പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കും. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നിപ്പം വരി മാറ്റിയാൽ മതിയെന്നാണ് പറയുന്നത്. DJ അങ്ങനെ തന്നെ കിടന്നോട്ടെ, വരി മാറ്റിയാൽ മതിയെന്നാണ് പറയുന്നത്. കാര്യം ഇപ്പം നമ്മുടെ ഉപദേശിമാരൊക്കെ ഇതിനൊക്കെ കൈയടിക്കുന്നത് കാണുമ്പോഴാണ് ഈ പറഞ്ഞു പോകുന്നത്. ഉപദേശിമാർ പറയാം പണ്ടത്തെ കാലമൊന്നും നമ്മൾ പിള്ളേരെ അങ്ങനൊന്നും ഇച്ചിരി അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വേണമെന്ന്. ഇനിയിപ്പോൾ നമ്മുടെ ആരാധനയൊക്കെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ DJ ലെവലിലാകും. ഇവരൊക്കെ ജീവനോട് ഉള്ളിടത്തോളം ഇങ്ങനെയൊക്കെ പോകും. ഇനി അത് കഴിഞ്ഞ് വരുമ്പം എന്താകുമെന്ന് കണ്ടറിയണം. സ്തോത്രം. സങ്കടം കൊണ്ട് പറയുക. പിന്നെ വരി അങ്ങ് മാറ്റി എഴുതി എളുപ്പമുണ്ടല്ലോ. മറിയ അമ്മ കരഞ്ഞല്ലേ പെറ്റത്, അങ്ങനെ ആക്കിയാൽ മതി. വരി മാറ്റിയാൽ മതി. ഉണ്ണീശോയെ അവളല്ലേ പെറ്റത്. എന്തെല്ലാം വേഷം കിട്ടാന്നറിയാം. ഒരു കാര്യം മനസ്സിലാക്കണം ദൈവദാസന്മാരെ, ഞാനിത് പറയുന്നത് പിതാവായ ദൈവം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ യഹോവയായ ദൈവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എത്ര ബഹുമാനവും ഭയവും ഭക്തിയും വരുന്നുണ്ടോ, അതിലൊരു തരി കുറയാതെ പുത്രനെന്ന് കേൾക്കുമ്പോഴും പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോഴും ഉണ്ടാകണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ദൈവിക തൃത്വത്തിൽ 3 ആളത്വങ്ങളും ഏറ്റക്കുറച്ചിലില്ലാത്ത ദൈവമല്ലേ. അങ്ങനെങ്കിൽ മനുഷ്യൻ പരിശുദ്ധാത്മാവിനെ കമാൻഡ് ചെയ്താൽ അത് പിതാവിനെ കമാൻഡ് ചെയ്യുന്നത് പോലെയും പുത്രനെ കമാൻഡ് ചെയ്യുന്നത് പോലെയും തന്നെ അല്ലേ? അതാ ഈ പറയുന്ന നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. ഈ വീഡിയോയുടെ മുമ്പിൽ കയറി വേഷം കെട്ടോ ഇതൊന്നും അല്ല കേട്ടോ, കുഞ്ഞുകളിയൊന്നും അല്ല ശുശ്രൂഷ. അത് മനസ്സിലാക്കിക്കോണം. ഞാൻ വിശ്വാസികളോടും ഒരു ബോധത്തിന് വേണ്ടി പറയുക, ബൈബിൾ എടുത്ത് പിള്ളേരെ കൊടുത്തിട്ട് അമ്മ മൊബൈലും പിടിച്ചുകൊണ്ട് നിൽക്കുക ചെറുക്കനെ വൈറലാക്കാൻ. കൊച്ചിനെ വൈറലാക്കാൻ കളിപ്പിക്കാനുള്ള കളിപ്പുസ്തകമല്ല വിശുദ്ധ തിരുവെഴുത്ത്. ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് കൂടി ഓർത്തോണം. ഞാൻ ഇതൊക്കെ പറയുന്നതുകൊണ്ട് സൗകര്യമുള്ളവർ വിളിച്ചാൽ മതി. ഞാൻ ഈ വേദി തപ്പി നടക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് കവലയുണ്ട് പ്രസംഗിക്കാൻ, അതുകൊണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷേ ദൈവത്തോടൊരു നീതി പുലർത്തണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ദൈവദാസന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക. പിള്ളേർ കയറി കിടന്നങ്ങോട്ട് ഇപ്പോൾ തന്നെ കൊച്ചു പേട്ട് പിള്ളേരൊക്കെ അച്ഛാ ഇത് കാണുമ്പോൾ ഇവന്മാർ നല്ല അടി കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു കൊണ്ടുവരുന്ന വരെ പേട്ട് പിള്ളേരെയൊക്കെ സ്റ്റേജിൽ കയറ്റിയിട്ട് അന്യഭാഷയും പറഞ്ഞ് ഇവനത് കളിയാണോ ഇത്? അതിന് വേണം ഒരു നേരത്തെ പറഞ്ഞ പോലെ വാക്യവും കൂടെ കൂട്ടുപിടിക്കും. എന്തോ വാക്യം? ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് ശിശുക്കൾ. ഇവനാണോ ശിശു? വേദപുസ്തകം പറയുന്ന ശിശു എന്താണെന്ന് ആദ്യം പഠിക്കണം. എന്തുവാ? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച്
ക്രിസ്തു എന്ന തലയോളം വചനത്തിൽ വളരണം. രക്ഷിക്കപ്പെട്ടവനെയാ, പുതുതായി ജനിച്ചവനെയാ ലേഖനം ശിശു എന്ന് പറയുന്നത്. അല്ലാതെ രക്ഷ എന്തുവാന്ന് പോലും തിരിച്ചറിവില്ലാത്ത ഈ പിള്ളേർ. നാളൊരുത്ത ഒരു അമ്മച്ചിയുടെ തല മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് ഇപ്പോൾ തന്നെ ഞാൻ അഴിയട്ടെ അഴിയട്ടെന്ന്. ഈ പെണ്ണുമ്പിള പിന്നെ വീട്ടിൽ നിന്ന് തയ്യാറായിട്ട് വന്ന കിടന്നാട്, ഇപ്പം ഞാൻ നിന്നെ കത്തിക്ക് കളയാന്ന്. അപ്പം കത്തിക്കുക. അപ്പം ഞാനിത് നോക്കിയപ്പം വീഡിയോ കണ്ടപ്പം കൂടെ ഇരിക്കുന്ന കുറേ ഉപദേശിമാർ ചാടി എഴുന്നേറ്റ് അങ്ങ് തുള്ളുന്നു ഇത് കണ്ടിട്ട്. അപ്പം അതിൽ ഒരാൾ എനിക്ക് നല്ല പരിചയമുള്ള അടുപ്പമുള്ള ആളും. അപ്പോൾ എനിക്ക് ഇച്ചിരി ചൂട് പിടിച്ചു. ഞാൻ പുള്ളിയുടെ ഫോണിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഷമീർ കൊല്ലവാ. എന്നാ പാസ്റ്ററെ? മീറ്റിംഗ് നേരത്തെ നടന്നതാണ് കേട്ടോ, വീഡിയോ ഞാൻ കണ്ടപ്പം വിളിച്ചെന്നാണ് പറഞ്ഞു, അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ല. അപ്പം വിളിച്ചു. അപ്പോൾ എന്നാ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, ഞാൻ ഈ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ അച്ഛാ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സീനിയറായിട്ടുള്ള ദേവദാസന്മാരെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പഠിക്കുന്നത്. അപ്പം അച്ഛനോടൊന്ന് ചോദിക്കാൻ വിളിച്ചാന്ന് പറഞ്ഞു. എന്നോടോ? ഞാൻ പറഞ്ഞു, എന്നെ ചോദിക്കുന്നതിന് എന്നാ? എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, ഈ ദൈവദാസന്മാർക്ക് പിശാചിനെ കത്തിക്കാൻ അധികാരം തരുന്ന വാക്യം ഏതാന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കതൊന്ന് കാര്യം, അങ്ങനെയാണ് ഇത്ര ഉപദേശിമാർ കത്തിച്ചിട്ടും പിന്നെ ഇതെന്നെ പ്രസവിച്ച് വരുവാണോ? അപ്പോൾ ഒന്ന് അറിയണമല്ലോ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മനസ്സിലായല്ലോ? മനസ്സിലായി. മേലെ ഇമ്മാതിരി വിക്രികൾ കാണിക്കരുതെന്ന് പറഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പേര് പറയാത്ത, തിരുത്തണമല്ലോ. അപ്പം നിങ്ങൾ ചിന്തിക്കുക, അതെന്താ അങ്ങനെയെന്ന്. ഇവളിൽ നിന്ന് പുറപ്പെട്ടു പോക എന്ന് കൽപ്പിക്കുവാനുള്ള അധികാരം അഭിഷേകമുള്ള ദൈവദാസന്മാരുടെ നാവിൻ തുമ്പത്തുണ്ട്. ഇവളിൽ നിന്ന് പുറപ്പെട്ടു പോക എന്ന് കൽപ്പിക്കാം. അതിൻ്റെ അപ്പുറത്ത് കത്തിക്കാൻ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്, അതിനാളും വരുന്നുണ്ട്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ അറിവില്ലായ്മയിലുള്ള തുള്ളൽ നിർത്താൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പൊതുസമൂഹത്തോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും വന്നിരിക്കുന്ന നിങ്ങൾക്ക് ബോറടിക്കരുതല്ലോ, അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങൾക്കുള്ളത് തരുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം എന്നാ വായിച്ചത്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് ദൈവം. അപ്പൊ ചോദ്യം വരും, എവിടാ ഉപദേശിച്ച് ദൈവം കുടിയിരിക്കുന്നതെന്ന്, അല്ലേ? അതിന്റെ 24-ാം വാക്യം മറുപടിയായിട്ട് എഴുതപ്പെട്ടത് ഒന്ന് വായിച്ച. 24, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. കേട്ടോ, ലോകവും അതിൽ കാണുന്നതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ഒന്നും ദൈവം വാസം ചെയ്യുന്നില്ല. തിരുവെഴുത്ത് പറയുക, ഞങ്ങളാരും പറയുകയല്ല. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ തിരുവചനം പറയുക, ഈ ലോകവും അതിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. അവൻ മാനുഷിക കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. ദൈവത്തെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ, ആകാശം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗോപുരം പോലെ മുട്ടുന്ന ഏതെങ്കിലും കെട്ടിടങ്ങളിലോ പള്ളികളിലോ ഒന്നും ദൈവം കുടിയിരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭൂകമ്പം ഉണ്ടായി പള്ളി ഒന്ന് ഇടിഞ്ഞു വീണാൽ വിശ്വാസികളെല്ലാം കൂടെ വെളിയിലിറങ്ങി നിന്ന് നെഞ്ചത്തടിച്ച് എൻ്റെ യേശുവിന് ഈ ഗതി വന്നല്ലോ എന്ന് പറയേണ്ടി വരത്തില്ലേ? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യന്റെ കൈപ്പണിയായ ഒരു കെട്ടിടങ്ങളിലും ദൈവം വസിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എവിടെയാ ഉപദേശിച്ച് ദൈവം വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതാണ് ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള സന്തോഷ വാർത്ത. സ്വർഗത്തിലെ സൃഷ്ടാവായ ദൈവം വസിക്കാൻ ആശിക്കുന്ന മന്ദിരം എന്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരത്തിലാണ്. ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയമാണ്. ദൈവത്തിനായി ഇന്ന് രാത്രി നിന്റെ ഹൃദയവാതിൽ തുറക്കപ്പെടണം. അതാണ് സുവിശേഷത്തിന്റെ കാതൽ. എന്തുകൊണ്ട്? ഇപ്പൊ നിന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്നത് ആരാ? പാപമെന്ന് പറയുന്ന ഇരുട്ടിന്റെ ആത്മാവ് നിന്റെ ഹൃദയക്കൂടിൽ കുടിയിരിക്കുന്നു. ആ ഹൃദയവാതിൽ തുറന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നീ ഇടം കൊടുത്താൽ, ഇന്ന് രാത്രി നിന്റെ ഹൃദയക്കൂടിന്റെ അകത്തിരിക്കുന്ന ഇരുട്ട് പുറത്തുപോയി സ്വർഗത്തിലെ ദൈവം നിന്നിൽ വസിക്കുവാനിടയാകും. അപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. എത്ര മനോഹരമായ അനുഭവം! ദൈവം വസിക്കുവാൻ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. മനുഷ്യൻ അത് കഴിഞ്ഞില്ല. കാരണം പാപം അവന്റെ അകത്ത് കയറി. പാപം അകത്ത് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യന് അവൻ സ്രഷ്ടാവിനെ മറന്നു. സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. അത് നാട്ടുകാർക്ക് മനസ്സിലാകുന്ന പോലെ സിമ്പിളായി പറയാം. മക്കളെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാടാ? പറ. ദൈവം. കണ്ടോ? പിള്ളേർക്ക് മനസ്സിലാകുന്നുണ്ടേ. മനുഷ്യനെ സൃഷ്ടിച്ചതാരാ?
ദൈവം. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടേടാ, ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. കേട്ടോ, പിള്ളേർക്ക് മനസ്സിലായിട്ടും വലുതിൻ്റെ തലയിൽ കയറുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ച ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഈ പേട്ട് മനുഷ്യനാണ് ആരെ സൃഷ്ടിക്കുന്നത്? ദൈവത്തെ സൃഷ്ടിക്കുക. അവൻ സൃഷ്ടിച്ചു തരും. ഇരിക്കുന്ന വേണം, നടക്കുന്ന വേണം, കിടക്കുന്ന വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, കളർ വേണം, ലിപ്സ്റ്റിക് ഇട്ട് വേണം, ഇടാത്ത ആരുണ്ടാക്കി തരും? ഈ പേട്ട് മനുഷ്യൻ ഉണ്ടാക്കിയത്. ഇത് മനുഷ്യന് സുബോധം ഇല്ല. അതാ പറയുന്നത്, പാപം എന്ന് പറയുന്ന ഇരുട്ടകത്ത് കയറിയപ്പോൾ സൃഷ്ടിച്ച ദൈവത്തെ മറന്നിട്ട് സൃഷ്ടാവിന് മഹത്വം കൊടുത്തെന്ന്. വായിച്ചേ റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 തിരുവചനങ്ങളിലേക്ക്. റോമർ 1:21 മുതൽ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. കണ്ടോ, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ഒരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് മനുഷ്യൻ അറിയാമായിരുന്നിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ മഹത്വം കൊടുക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇരുട്ട് പ്രവേശിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചേ. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. കണ്ടോ, പാപം അകത്ത് പ്രവേശിച്ചപ്പോൾ തലച്ചോറ് പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ടെന്ന്. പക്ഷെ സത്യത്തിൽ ഒന്നും അറിയത്തില്ല, മൂഢരായിപ്പോയി. ശരിയല്ലേ? ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് പാലോട്, ഞാൻ ജനിച്ചത് ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞൊരു അച്ചായൻ അവിടെ കിടന്ന് ബഹളം വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ എന്നാ പിന്നെ യേശുവിൻ്റെ പേരെന്താണെന്നൊന്ന് പറയാൻ. പോയില്ലേ? യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയാ, യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെ എന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. തീർന്നില്ലേ? യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെ എന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. ജനിച്ചത് ക്രിസ്ത്യാനി. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടുമെന്ന് തിരുവഴുത്തിലുണ്ട്. പക്ഷെ അച്ചായം കണ്ടിട്ടില്ല. കാര്യം എന്താ? ബൈബിൾ തുറന്നാലല്ലേ കാണൂ. ബൈബിൾ എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരവടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും എല്ലാം വെച്ച് ബൈബിൾ എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് എമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് ബൈബിൾ ഷോക്കേഴ്സിൽ വെച്ച് റോഡിൽ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ പിന്നെ എങ്ങനെ ഇതിൻ്റെ അകത്തുള്ളത് മനസ്സിലാകുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് മനസ്സിലാകണമെങ്കിൽ ഇവിടുത്തെ പെന്തിക്കോസ് ഉപദേശിമാർ പറയുന്നൊന്നും കേൾക്കണമെന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല. ഇതിൻ്റെ അകത്തുള്ളത് മനസ്സിലാക്കണമെങ്കിൽ പുസ്തകം തുറന്നൊന്ന് വായിക്കണം, അത്രേ ഉള്ളൂ. വീട്ടിൽ തിരുവചനം നൽകപ്പെട്ടിട്ടുണ്ട്, അത് തുറന്ന് വായിക്കണം, അത്രേ പറയുന്നുള്ളൂ. അല്ല ഇവിടെ ആരും ഉപദേശിമാരുടെ പുറകെ വരണമെന്നൊന്നുമില്ല, വേദപുസ്തകം വായിച്ചാൽ മതി. അപ്പം ശ്രദ്ധിച്ചേ, ഇവിടെ പറയുക ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. പാപം അകത്ത് കയറിയപ്പോൾ സൃഷ്ടാവിനെ അങ്ങ് മറന്നു. എന്നിട്ട് സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തെന്നായി വായിച്ച്. കിട്ടിയോ? സൃഷ്ടിക്ക് കൊടുത്തു, ദൈവത്തെ അങ്ങ് വിട്ടു. എന്നിട്ട് മഹത്വം ആർക്ക് കൊടുക്കാൻ തുടങ്ങി? മനുഷ്യന് മഹത്വം കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ആരുണ്ടായി? ആൾ ദൈവങ്ങൾ. ഇപ്പൊ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേലെ. ഓരോ ആഴ്ച ഓരോ പഞ്ചായത്തിൽ നിന്ന് വരിക. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാകാത്ത മണ്ടം മലയാളി. ശ്രദ്ധിച്ചേ, മനുഷ്യന് മഹത്വം കൊടുത്തു, ആൾ ദൈവങ്ങൾ ഉണ്ടായി. അടുത്ത എന്തുവാ വായിച്ചേ? മനുഷ്യൻ. പിന്നെന്തുവാ വായിച്ചേ? പക്ഷി, പിന്നെ നാൽക്കാലി, പിന്നെ ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് കൊടുത്തു, പക്ഷിക്ക് കൊടുത്തു, നാൽക്കാലിക്ക് കൊടുത്തു, ഇടജാതിക്ക് കൊടുത്തു. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഈ 4 കൂടെ പിടിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? നാൽക്കാലി മേലെ, മനുഷ്യൻ കീഴെ, ഇടജാതി, പിന്നെ ഇടജാതിക്ക് 2 ചിറവും കൂടെ. അപ്പം പൂർത്തിയായി. എന്നിട്ടും പറയുക ജനിച്ചത്. ഒന്ന് ശ്രദ്ധിച്ചേ, പാപം അകത്ത് കയറിയപ്പോൾ സൃഷ്ടാവിനെ അങ്ങ് മറക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെക്കുക. വേദപുസ്തകം പറയുന്നു, ഞാൻ യഹോവയായ ദൈവമാകുന്നു, എന്റെ സ്തുതി, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവയ്ക്കപ്പെടാൻ പാടില്ല. എന്നാൽ പാപം ഇരുട്ട് അകത്ത് കയറി മനുഷ്യന്റെ ഹൃദയം ഇരുണ്ടു പോയപ്പോൾ അവൻ സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. കേൾക്കൂ പ്രിയപ്പെട്ടവരെ,
പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതി പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി. എന്താ? യേശുക്രിസ്തു ഭൂമിയിൽ പിറക്കുന്നതിന് ഏകദേശക്കണക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏകദേശക്കണക്ക് ഒരു 700 പരം വർഷങ്ങൾക്കപ്പുറത്ത് യെശയ്യാവെന്ന് പറയുന്ന പ്രവാചകൻ വിളംബരം ചെയ്തു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പറഞ്ഞേ, കന്യക ഗർഭിണിയായ ഒരു, ഉറക്കെ പറഞ്ഞാട്ട്, കന്യക ഗർഭിണിയായ ഒരു മകനെ, അല്ലേ? എത്ര വർഷം മുമ്പാന്നാ ഞാൻ പറഞ്ഞേ? 700 പരം വർഷം മുമ്പല്ലേ? ദൈവം അയച്ച പ്രവാചകൻ 700 പരം വർഷങ്ങൾക്ക് മുമ്പ് മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. പ്രസവിച്ചപ്പോൾ മോളായിപ്പോയോ? പറ അങ്ങോട്ട്. പിന്നെ ആരായിരുന്നു? മോൻ തന്നെ ആയിരുന്നു. അതാ ദൈവത്തിന്റെ പ്രവാചകൻ. ഇവിടെ കറങ്ങി നടക്കുന്ന പ്രവാചകൻ 6 മാസം ഉള്ളപ്പോൾ പറയും മോളാകട്ടോ, പ്രസവിച്ചപ്പോൾ മോനാ. പിന്നെ ആ വഴി പുള്ളിയെ കാണാനില്ല. കറങ്ങി നടക്കുന്ന പ്രവാചകനല്ല ദൈവത്തിന്റെ പ്രവാചകൻ. ഇത് എപ്പോഴും ദൈവമക്കൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് അവിടെയാ. ദൈവത്തിന്റെ പ്രവാചകനെ തിരിച്ചറിയാൻ മേല, കറങ്ങി നടക്കുന്ന പ്രവാചകനെ പെട്ടെന്ന് തിരിച്ചറിയും. ഞാനൊരു കാര്യം നിങ്ങൾക്ക് സൂചന തരാം, അത്രയും പറഞ്ഞു വിടുക. കാരണം ഇത് പൊതുയോഗമാണെന്ന് എനിക്കറിയാം, പൊതുസമൂഹം കേൾക്കാൻ വേണ്ടി. എന്തിനാ ഇത് പറയുന്നതെന്ന് ചിലർ ചോദിക്കും. പറയുന്നതിനും കാര്യമുണ്ട്. പൊതുസമൂഹം വിചാരിക്കുന്നത് ഈ മാജിക്കുകാരെല്ലാം പെന്തിക്കോസുകാരാണ്. അപ്പൊ ചിലടത്ത് നമ്മൾ പറയേണ്ടി വരിക, ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമൊന്നും. കാര്യം ഞാൻ ഈ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ഒരു കോളനിയിൽ പരസ്യോഗത്തിന് പോയി. പരസ്യോഗത്തിന് പോയപ്പോൾ പിന്നെ പരസ്യോഗത്തിന് നടന്ന ആ കോളനിയിൽ ഒരു വീട്ടുകാർ സ്വീകരിച്ചു. അവർ പറഞ്ഞു, ഉപദേശിമാരെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകും, ഞങ്ങൾ കട്ടനിട്ട് തരാം. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്ന് ആ സഹോദരി സ്നേഹത്തോടെ വിളിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറി. അപ്പം ചെറിയ വീടാണ്, അങ്ങോട്ടിരുന്നു. കെട്ടിയവൻ അവിടെ കിടന്ന് ഉറക്കുക. സംസാരിക്കുന്ന കേട്ടോണ്ട് ഇങ്ങനെ ചാടി എഴുന്നേറ്റ്, ആരാടി എന്ന് ചോദിച്ചു. അല്ല, ഉപദേശിമാർ പരസ്യോഗത്തിനോട്ട് വന്ന് പെന്തിക്കോസുകാരോ? ആന്ന് പറഞ്ഞു. ചാടി അങ്ങോട്ട് എഴുന്നേറ്റ്. പുള്ളി പറഞ്ഞു, നിങ്ങളെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. എന്താണെന്ന് ചോദിച്ചു. ഒരു കാര്യം പറയാനുണ്ട് എന്നാണ്. എന്നിട്ട് പുള്ളി മൊബൈൽ എടുത്ത് അങ്ങോട്ട് കുത്തിയേച്ച് പുള്ളി അടുത്തോട്ട് കൊണ്ടുവരാ, നിങ്ങളല്ലേ കർത്താവിൻ്റെ സംഭാഷണം വാട്സാപ്പിൽ റെക്കോർഡ് ചെയ്തതെന്ന്. ഞാൻ കൈ ഊപ്പിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ, ഞങ്ങൾക്ക് ഈ ക്ഷുദ്രജീവികളുമായിട്ട് ഒരു ബന്ധവും പറയേണ്ടി വരുമല്ലേ? എന്തു ചെയ്യാൻ പറ്റും? കാരണം പൊതുസമൂഹം എണ്ണുന്നത് ഇവരെല്ലാം പെന്തിക്കോസാണ്. അതുകൊണ്ടായി ചിലത് പറയേണ്ടി വരുന്നത്. അതാദ്യം മനസ്സിലാക്കണം. മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവാചകൻ ആരാന്ന് തിരിച്ചറിയണം. ഇവിടെ ഈ ചെങ്ങന്നൂരിൽ ഒരു ക്ഷുദ്രജീവി ഇരിപ്പുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ ഒരു മാവിൻ്റെ അവിടുന്ന് പോകുമ്പോൾ തേങ്ങയുടെ ഇപ്പുറത്ത് പോകുമ്പം മതിൽ, പൊളിഞ്ഞ മതിൽ, അതിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ ഒരു വാർത്ത വീട്, അല്ലേ? എന്നിട്ട് അവസാനത്തെ ചോദ്യം എന്താണെന്നറിയാമോ? നിങ്ങൾ എത്ര പേരുണ്ട് അവിടെ? അത് മാത്രം അറിഞ്ഞുകൂടാ. പോകുന്ന വഴിയിലെ മാവ് അറിയാം, അതിൻ്റെ അപ്പുറത്തെ തേങ്ങ അറിയാം, പൊളിഞ്ഞ മതിലറിയാം, വാർത്ത വീടും അറിയാം. വീട്ടിൽ എത്ര പേരുണ്ടെന്ന് മാത്രം ആത്മാവിന്. അപ്പൊ ചില ഈ മണ്ടന്മാരുണ്ടെന്ന് ഈ മാജിക്ക് വീഴുന്ന ഈ മണ്ടന്മാര് തർക്കിക്കാൻ വേണ്ടി വന്നിട്ട് ചോദിക്കും, എന്നാലും പാസ്റ്ററേ കൃത്യമായിട്ട് മാവും തേങ്ങയും പറഞ്ഞില്ലേ? അതാ കാര്യം, അത് പറഞ്ഞല്ലോ. അങ്ങനെയുള്ളവരോടത്ത് ഞാൻ പറയാം, കാലം മാറിയത് നിങ്ങളൊന്ന് അറിയണം. അതിന് വേണ്ടി ഒരു വാക്ക് അങ്ങ് പറഞ്ഞു വിടുക. അതിലോട്ടൊന്നും പോകുന്നില്ല, നമ്മുടെ വിഷയത്തിലോട്ട് വിടുക. ഒരു വാക്ക് പറഞ്ഞു വിടുക. ഷമീർ കൊല്ലം, നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഗൂഗിൾ എടുക്കണം, ഗൂഗിൾ മാപ്പ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എടുക്കണ്ട, എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഷമീർ കൊല്ലം എന്ന് അടിക്കണം. അപ്പോൾ എൻ്റെ പേരവിടെ വരും. അതിൻ്റെ അകത്തോട്ടൊന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു കോളത്തിലൊരു ഫോട്ടോ വരും. ആ ഫോട്ടോയിൽ നിങ്ങൾ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം എൻ്റെ വീട് കാണാം. എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടേക്കും. ആ ആരോ മാർക്കിൽ ഇങ്ങനെ ഞെക്കി പോയാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ വരെയുള്ള റോഡ് കാണാം, ഇലക്ട്രിക് പോസ്റ്റ് കാണാം, അപ്പുറത്ത് നിൽക്കുന്ന മരം കാണാം, ഇപ്പുറത്ത് നിൽക്കുന്ന തേങ്ങ കാണാം, എല്ലാം കാണാം. കാലം മാറി. ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള സംവിധാനം പിള്ളേരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാലമായി. അതുകൊണ്ട് മാങ്ങയില്ലേ തേങ്ങയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാങ്ങയുടെ തേങ്ങ ഉണ്ടെന്ന് മോങ്ങാൻ പോയി നിൽക്കരുത്. ഇത്രയും പറഞ്ഞങ്ങ് വിടുക. അപ്പോൾ ദൈവത്തിന്റെ പ്രവാചകനുണ്ട്. ദൈവത്തിന്റെ പ്രവാചകൻ ഇല്ലെന്നൊന്നും ആരും പറഞ്ഞില്ല കേട്ടോ. ഒരു കാര്യം അതും കൂടെ ചേർത്ത് വേണേ പറയാം. ദൈവം അയച്ച പ്രവാചകന്റെ ഉദ്ദേശം നിങ്ങളെ ലോകത്തോട് അടുപ്പിക്കുകയല്ല, നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് ദൈവം അയച്ച പ്രവാചകൻ. കൃത്യമായി യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ലൗകികന്മാരാകയാൽ അവർ ലോകത്തിലുള്ളത് പ്രവചിക്കുന്നു, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകയാൽ ദൈവത്തിലുള്ളത് സംസാരിക്കുന്നു. ഈ ലോകത്തിൽ അത് കിട്ടും ഇത് കിട്ടില്ല അത് കിട്ടുമെന്ന് പറയുന്നതൊന്നും ദൈവത്തിൻ്റെ ആത്മാവല്ല. ഇനി ഉറപ്പിച്ച് വേണം ഒന്നുകൂടെ പറയാം, ഈ ചെങ്ങന്നൂർ പട്ടണത്തിൽ ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദികളായ ആളുകളില്ലേ?
ഉണ്ട്. അവർ BMW, ഓഡി, ബെൻസ്, ജാഗ്വാറിൽ സഞ്ചരിക്കുന്നു. നല്ല ഫ്ലാറ്റ് മേടിച്ച് അന്തസ്സായിട്ട് താമസിക്കുന്നു. ദൈവമില്ല, ഒരു കുന്തമില്ലെന്ന് പറയുന്നവൻ ജാഗ്വാറിൽ നടക്കുമ്പോഴാണ് ഇവിടെ ഒരു മാരുതി കാറും വെച്ച് പെരുപ്പിക്കുക. കൃപയാൽ ഒരു മാരുതി കാറ് ദൈവം. മനസ്സിലായോ? അപ്പം ജാഗ്വാർ കൊടുത്ത അവനോ? അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് അഭിമാനിക്കാനുള്ളത് ഈ ലോകത്തിൽ കിട്ടുന്ന നന്മയെ പ്രതി അല്ല. പകരം ഇവിടുത്തെ നിരീശ്വരവാദിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും മെമ്പറിനും MLAക്കും MP-ക്കും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ലഭിക്കാത്ത ഒരു പ്രിവിലേജ് പ്രാർത്ഥിക്കുന്നവന് കിട്ടിയിട്ടുണ്ട്. എന്താ? ഈ സകലത്തെയും സൃഷ്ടിച്ച മഹാദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ എനിക്കും നിങ്ങൾക്കും തന്നു. അതാണ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച പ്രിവിലേജ്. നമുക്ക് അന്തസ്സായിട്ട് ചോദിക്കാം, അത് എനിക്കുണ്ടോ നിനക്കുണ്ടോ? അവിടെ ആ ദൈവമക്കളുടെ മഹത്വം വെളിപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാണ്ട് എന്തെങ്കിലും കിട്ടിയ ഭൗതിക നന്മയൊന്നും ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നതല്ല. വല്ലതും കിട്ടിയ ബോണസായിട്ട് മേടിച്ചോണം, കിട്ടുമ്പോൾ ചിന്തിച്ചോണം നാളെ ഇതെൻ്റെ അടുത്തുനിന്ന് പോകും. അത്ര പോകാത്ത ഒന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ നിത്യതയാണ്. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകത്തിൽ ഇതെല്ലാം പോകും. പോകാത്ത ഒന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നാളെ ഒരു ഭാഷ പറഞ്ഞു, ഞാൻ ഗൾഫിൽ പോയി ദൈവം എന്നെ ഓടിച്ചിട്ടങ്ങ് അനുഗ്രഹിച്ചെന്ന്. അപ്പം നമ്മൾ വിചാരിച്ച് അറബികളെ വല്ലതും സ്നാനപ്പെടുത്തി കാണുക. എന്നാ വെച്ചാൽ അറബികളെ അതൊന്നും അല്ലെന്ന് പിന്നെന്തോ നന്മ കിട്ടിയെന്ന്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ മനുഷ്യൻ വിചാരിക്കുന്ന അതാണ് അനുഗ്രഹമെന്ന്. ചിന്തിച്ചു നോക്ക്, അത് കിട്ടി, സ്തോത്രം. അതിൻ്റെ അപ്പുറത്ത് അതിന് വലിയ വാല്യൂ ഒന്നും ഇല്ല. നോക്ക്, അള്ളാഹുവിനെ സേവിക്കുന്ന അറബി അല്ലേ, അള്ളാഹുവിനെ സേവിക്കുന്ന അറബിക്ക് 1 ലക്ഷം കിട്ടി. അവൻ അതിൽ നിന്ന് 10,000 രൂപ ജോലി എന്ന് ചാക്കോച്ചന് കൊടുത്തു. ചാക്കോച്ചൻ അതിൽ നിന്ന് 1000 രൂപ ചെന്ന ഭാഷക്ക് കൊടുത്തു. ഇത്രേ അവിടെ നടന്നുള്ളൂ അല്ലേ? അറബിയുടെ മേശപ്പുറത്തുനിന്ന് വീണത് ചാക്കോച്ചൻ്റെ ഇല വീണു, ചാക്കോച്ചൻ്റെ ഇലയെന്ന് വീണത് ഇവിടുന്ന് പോയ ആൾക്ക് കിട്ടി. ഇതിനെന്തിനാ ഈ തുള്ളുന്നേ? പക്ഷേ അറബിക്ക് കിട്ടാത്തൊരു ലോട്ടറി എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അറബിക്ക് കിട്ടാത്തൊരു ബോണസ് നമുക്ക് തൻ്റെ അടുത്തോടെ പറയാനുണ്ട്. ആമേൻ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകി. കാൺമീൻ കാൺമീൻ കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. ഓ, അല്ലേ ലോട്ടറി? അംബാനിക്ക് കിട്ടുമോ? കോടികൾ ചെലവാക്കിയാൽ കിട്ടുമോ? ദൈവത്തിൻ്റെ കൃപയാൽ ലഭിക്കുന്നത്. അത് നമുക്ക് കിട്ടി. ഈ കോളനി കിടന്ന് ജനിച്ചു വളർന്ന നമുക്ക് കിട്ടി ദൈവത്തിൻ്റെ കൃപ. സ്തോത്രം. അതാ ലോട്ടറി. അപ്പം തെറ്റിപ്പോകാതിരിക്കാൻ 2 പേര് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിൻ്റെ പ്രവാചകൻ 700 വർഷം മുമ്പ് മകനെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. ആരാ? മകൻ തന്നെ. അതാ ദൈവത്തിൻ്റെ പ്രവാചകൻ. ഒരു മിസ്റ്റേക്കും ഇല്ല, ക്രിസ്റ്റൽ ക്ലിയറാ. പേര് വിളിക്കുന്നതിന് പോലും നമ്മൾ എതിരല്ല. കാരണം എന്താ? പേര് വിളിക്കുന്നത് ദൈവത്തിന് ചെയ്യാൻ പറ്റും. ദൈവത്തിന് എന്താ അസാധ്യമായിട്ടുള്ളത്? ദൈവത്തിന് ചെയ്യാൻ പറ്റും. യെരിഹോവിനടുത്തുകൂടെ നടന്നുപോയ കർത്താവ് സക്കായി നേരത്തെ വിളിച്ച്, ഞാൻ നാളെ അതുവഴി വരുന്നുണ്ട്, നീ മരത്തിൽ കയറി ഇരിക്കണം, ഞാൻ നൈസാട്ടങ്ങ് വിളിക്കുമെന്ന് വല്ല അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണോ കയറിയിരുന്നത്? ഒന്നുമല്ല. കർത്താവ് കൃത്യമായിട്ട് മരത്തിന്റെ കീഴിൽ എത്തി ഒറ്റ വിളിച്ചു, പേര് വിളി, സക്കായി ഇറങ്ങി വാ. ഓ, എന്നാ പിന്നെ വിമർശിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ടുപോലും അതിനകത്ത് രണ്ടാമതൊരു സാ ഇല്ല. ഉണ്ടോ ചാ? ഒറ്റ പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ടുപോലും ഒരു സാ രണ്ടാമത് വന്നിട്ടില്ല. സക്കായേ, അതാ ക്ലിയറാ. ഇവന്മാരെ വിളിക്കുമ്പോൾ സക്ക ചക്ക, ഇതുപോലുള്ള പരിപാടിയാണ് നമ്മൾ എതിർക്കുന്നത്. അതും കൂടെ ചേർത്തങ്ങ് പറയാം. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവം അയച്ച പ്രവാചകൻ പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ശേഷം 300 വർഷം പിന്നിട്ടപ്പോൾ ദാ കയറി വരുന്നു അടുത്ത പ്രവാചകൻ മീഖ. അദ്ദേഹം ആത്മാവിൽ പറഞ്ഞു, ആ രക്ഷകൻ ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും. ഇന്ന് രാത്രി ഞാൻ ദേശത്തോട് ഇങ്ങനെ പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വച്ചിട്ട്, ആ പ്രവചിച്ചതുപോലെ പ്രവചിച്ച സ്ഥലത്ത് ജനിച്ച ഒരുത്തൻ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനും ഉലകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തു ജനിച്ചു. അതാ പൗലോസ് പറഞ്ഞ, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച് മാതൃക കാണിച്ച നല്ല കർത്താവ് 33 തിരുവയസ്സിൽ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് മഹായാഗമാകുവാൻ നടന്നു കയറി. ഇന്ന് രാത്രി പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ആ കാൽവരിയിലേക്ക് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. ഒരു വശത്ത് ശൂന്യങ്കാരത്തി പറഞ്ഞു, എൻ്റെ പ്രിയൻ 1000ങ്ങളിൽ 10000ങ്ങളിൽ സുന്ദരനാണ്, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്, അവൻ 10000ങ്ങളിൽ
അതിശ്രേഷ്ഠനാണ്. പക്ഷേ മറുഭാഗത്ത് പ്രവാചകൻ പറഞ്ഞു, അല്ലല്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനാണ്, അവന് കോമളത്വമില്ല, അവൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മാംസകഷ്ണം പോലെ കർത്താവായി. ഇന്ന് രാത്രി ചിന്തിക്കണം സഹോദരി, ഇന്ന് രാത്രി ചിന്തിക്കണം സഹോദര. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ എന്തുകൊണ്ട് കാൽവയിലായി തീർന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആമേ സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്. സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. എനിക്കും നിനക്കും വേണ്ടിയാണ് എൻ്റെ കർത്താവ് കാൽവരിയിൽ യാഗമായി മാറിയത്. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ വായിച്ചു, യേശു കർത്താവ് കാറ്റെ അടക്കുക, കടലെ ശാന്തമാകാന്ന് പറയുമ്പോൾ പ്രകൃതി അവൻ്റെ വാക്കിന് കീഴടങ്ങുന്നു. 4 ദിവസം കഴിഞ്ഞ് മരിച്ച ഡെഡ് ബോഡി 4 ദിവസം കഴിഞ്ഞിട്ട് ലാസറെ പുറത്തുവാ എന്ന ഒരു ശബ്ദത്തിൻ്റെ മുമ്പിൽ ലാസർ ജീവനോടെ പുറത്തു വരുന്നു. ഇങ്ങനെ മരണത്തെയും പ്രകൃതിയും ഒക്കെ നാവിൻ തുമ്പത്ത് നിർത്തിയ കർത്താവിനെ കുറിച്ച് പ്രവാചകൻ എഴുതിയ ഒരു പദം എന്നെ ചിന്തിപ്പിച്ചു. അവൻ വായ തുറക്കാതിരുന്നു. അവൻ വായ തുറക്കാതിരുന്നു. ഹൃദയത്തിന്റെ അകത്തൊരു ചോദിക്കാം, യേശുവേ, അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു? അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ പ്രകൃതി അങ്ങേ അനുസരിച്ചല്ലോ, ഈ മൃതദേഹം അങ്ങേ അനുസരിച്ചല്ലോ. അങ്ങനെങ്കിൽ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ റോമാ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ക്രൂശിൽ നിന്നൊരു സൂപ്പർ ഹീറോയെ പോലെ അങ്ങേക്ക് ഇറങ്ങി വരാൻ സാധിക്കുമായിരുന്നിട്ടും അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു? ഇന്ന് രാത്രി അതിന്റെ ഉത്തരം, സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്, അത് എനിക്ക് വേണ്ടിയാണ്. ഞാനും നീയും നരകത്തിന്റെ പടുകുഴിയിൽ പതിക്കാതിരിക്കുവാൻ യേശു എനിക്കും നിനക്കും പകരം കാൽവരിയിൽ യാഗമായി മാറി. കഴിഞ്ഞ ദിവസം ഒരു സാമുദായിക ക്രൈസ്തവ കുടുംബത്തിലുള്ള ഒരു സഹോദരി യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പെന്തക്കോസ്ത് ഗ്രൂപ്പിലല്ല. ഞാൻ പറഞ്ഞു, അതിനെന്താ, മനുഷ്യനല്ലേ, സംസാരിക്കാം. ചോദിച്ചു, ഒരു സംശയം ചോദിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദപുസ്തകത്തിലുള്ള പല വിഷയങ്ങളെക്കുറിച്ച് എന്നോട് സംശയം ചോദിച്ചു. ഞാനതൊക്കെ കൃത്യമായി വാക്യസഹിതം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, സഹോദരി, ഞാനൊരൊറ്റ ചോദ്യം ചോദിച്ചിടാം, എപ്പോഴെങ്കിലും ആലോചിച്ചിട്ട് പിന്നീട് ഉത്തരം പറഞ്ഞാൽ മതി. എന്താ പാസ്റ്റർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു പൂജകൾക്ക്, ഏതെങ്കിലും ഒരു വഴിപാടുകൾക്ക്, ഏതെങ്കിലും ഒരു യാഗത്തിന്, ഏതെങ്കിലും ഒരു കുർബാനയ്ക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കുമ്പസാരത്തിന്, അങ്ങനെ നാട്ടിൽ നമ്മൾ ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് മനുഷ്യനെ അവൻ്റെ അകത്തു കയറിയ പാപത്തിൽ നിന്ന് പാപമോചനം കിട്ടുവാൻ, ലഭിക്കുവാൻ കഴിയുമായിരുന്നു എങ്കിൽ യേശു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട്, ഇന്ന് നാം കാണുന്ന ഏതെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട്, യാഗങ്ങൾ കൊണ്ട്, പൂജകൾ കൊണ്ട് മനുഷ്യന് പാപമോചനം ലഭിക്കുമെങ്കിൽ സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ ഇരുന്ന കർത്താവ് ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് ഈ ഇടിയേറ്റ് ചാകേണ്ട കാര്യം എന്താ? സ്വർഗത്തിലിരുന്നപ്പോൾ എന്നാൽ പിന്നെ ബോറടിച്ചു, എന്നാൽ പിന്നെ ഭൂമിയിൽ പോയെന്ന് ചാത്തേക്കാന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണോ? അല്ലല്ലോ. പിന്നെ എന്തിന് യേശു ലോകത്തിലേക്ക് വന്നു? ആ ഒറ്റ ചോദ്യം അവരുടെ കണ്ണു തുറപ്പിച്ചു. ഞാൻ പറയാം, നിങ്ങളും ചിന്തിക്കണം. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കൊന്നും അവൻ്റെ പാപത്തിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ പര്യാപ്തമല്ലാതിരുന്നത് കൊണ്ടാണ് ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു, മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. യേശുക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നോക്ക്, അരിമത്യക്കാരനായ യോസെഫിന്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസെഫിന്റെ കല്ലറ കൊണ്ട് യേശുക്രിസ്തു എന്ന വ്യക്തിത്വം അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിന് വേണ്ടി പാടാൻ സയോൺ സിംഗേഴ്സ് എന്നൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാകത്തേയില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിന് വേണ്ടി ഇവിടെ ഒരു കൺവെൻഷൻ പന്തൽ രൂപപ്പെടത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു ചോദിച്ചാൽ, ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്വായിലും പരുമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്ക് നിന്നുകൊണ്ടല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. എനിക്കെന്ത് സന്തോഷം.
ഇന്ന് രാത്രി ഈ 8:50 യേശു ക്രിസ്തു ജീവിക്കുന്നെന്ന് ഇവരെല്ലാം വിശ്വസിക്കുന്നു. സന്തോഷമല്ലേ? പിന്നെ കാരണം ഞങ്ങളുടെ നാട്ടിൽ പല ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയെ കയറി. ഇവർ വിശ്വസിക്കുന്നു ജീവിക്കുന്നു. ജീവിക്കുന്നവനെ ഭിത്തിയിലാക്കാൻ സമ്മതിക്കുമോ? നിങ്ങളെല്ലാം ജീവനോട്ടിരിക്കുക. വീട്ടിൽ ചെല്ലുമ്പോൾ മക്കൾ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് മാലയിട്ട് വെച്ച് ആണി അടിച്ച് വെച്ച് തിരിയും കത്തിച്ചിട്ട് സമ്മതിക്കുമോ? അത്രയും ചിന്തിച്ചാൽ മതി. ജീവിക്കുന്നെന്ന് പറയുകയും മരിച്ചവനെ പോലെ ആക്കിയിരുത്തേക്കുകയും ചെയ്യുക. സ്തോത്രം. ഇന്ന് രാത്രി കണ്ണു തുറക്കണം. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എനിക്കും നിനക്കും വേണ്ടി സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥനായി നിലകൊള്ളുന്ന ക്രിസ്തു, കല്ലേറുകൊണ്ട് മരണത്തിലേക്ക് പോകാൻ ഒരുങ്ങിയ സ്തേഫാനോസ് ആത്മനിറവിൽ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ മഹത്വവും വലത്തുഭാഗത്തെ ഭിത്തിയിൽ യേശുക്രിസ്തുവിന്റെ ഫോട്ടോയും കണ്ടെന്നല്ലടോ ക്രിസ്ത്യാനി. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ മഹത്വവും വലത്തുഭാഗത്തും മനുഷ്യപുത്രന് സദൃശനായവൻ ജീവനോടെ നിൽക്കുന്നതും കണ്ടു എന്നെഴുതിയിരിക്കുമ്പോൾ ജീവനുള്ളവനെ മരിച്ചവനെ പോലെ ആക്കി വെച്ചിരിക്കുന്നവനെ നിനക്കയ്യോ കഷ്ടം. മനസ്സിലായോ? യേശുക്രിസ്തു ജീവിക്കുന്നു. പാസ്റ്ററെ ഞങ്ങൾക്കത് അറിയാം, പിന്നെ കണ്ണിന് കാണാൻ വേണ്ടി ജസ്റ്റ് ചുമ്മാ ഒന്ന് എന്തെങ്കിലും ഒന്ന് കാണണമല്ലോ എന്ന് ഓർത്ത് അങ്ങ് വെച്ചേക്കുന്നെന്നാ പറയുന്നത്. വെച്ചോ, കുഴപ്പമൊന്നുമില്ല, വെച്ചോ, കുഴപ്പമൊന്നുമില്ല. കണ്ണിന് കാണണമെങ്കിൽ വെച്ചോ. പക്ഷേ ഇച്ചിരി മര്യാദ കാണിക്കണം. എന്താ? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമുള്ള കാലുള്ളവനായി, അഗ്നിജ്വാല പോലെ തീക്കട്ട പോലെ തിളങ്ങുന്ന കണ്ണുള്ളവനായി, രാജമുടി ധരിച്ചവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി, സൂര്യനേക്കാളും വെല്ലുന്ന തേജസ്സുള്ളവനായ തേജോമയനായ ക്രിസ്തു. വരയ്ക്കാൻ തൻ്റെ ഇടം ഉള്ളവനുണ്ടെങ്കിൽ വരപ്പിച്ചു വയ്ക്കും. അല്ലാതെ പണ്ടത്തെ ഗോലി സോഡയുടെ കഴുത്ത് പോലെ കവള് പൊട്ടി കണ്ണും കുഴിഞ്ഞിരിക്കുന്ന യേശുവിനെ വെച്ച് അപമാനിക്കരുത്. അത്രയേ ഉള്ളൂ. കവള് പൊട്ടി കണ്ണും കുഴിഞ്ഞ് ബാബു ആന്റണിയെ പോലെ മുടിയും നീട്ടി വളർത്തി വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് വെക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ കഴിവുള്ളവരെ കൊണ്ട് ഇതുപോലെ വരപ്പിക്കണം. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റു. തീർന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് അന്ത്യകൽപ്പന കൊടുത്തു. എന്താ അന്ത്യകൽപ്പന? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. വേഗത്തിൽ ഒരു ഭാഗവും കൂടെ വായിച്ച് നമുക്ക് നിർത്താം. വേഗത്തിലാകട്ടെ. 16:15. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. പ്രിയപ്പെട്ട ദേശവാസികളെ, യവമാർ എന്തിനാ ഇങ്ങനെ കിടന്ന് തൊണ്ട കീറുന്നത്? യവമാരെ കൊണ്ട് സഹിക്കാൻ മേലല്ലോ. ഇതെന്നാ ശബ്ദമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളായ സഹോദരങ്ങൾ ഓർക്കണം, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ ശല്യപ്പെടുത്താനോ ആരോടെങ്കിലും ഉള്ള വാശി തീർക്കാനോ ദേഷ്യത്തിനൊന്നും ചെയ്യുന്നതല്ല ഇത്. പ്രാണനെ തന്ന കർത്താവിൻ്റെ കൽപ്പനയാ. സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നതാ. 2-3 ദിവസം ഞങ്ങളെ സഹിക്കുന്നതിന് നന്ദി. ക്ഷമിക്കണം. വേറെ വാശിക്കൊന്നും ചെയ്യുന്നതല്ല കേട്ടോ. ആരെയും ദേഷ്യം പിടിപ്പിക്കാനൊന്നും ചെയ്യുന്നതല്ല. ഇത് സകല സൃഷ്ടിയോടും പ്രസംഗിക്കണമെന്നുള്ളത് പ്രാണനെ തന്ന കർത്താവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. പിന്നെ ചില അണ്ണന്മാർ ഇത് ചെയ്യണ്ടെന്നൊക്കെ പറയാം. അതൊക്കെ മനസ്സിലിരിക്കത്ത്. അതും കൂടെ ചേർത്ത് പറയാം. പിണറായി പറയുന്ന പോലെ വരട്ടലും ബലവേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട. അപ്പൊ യേശു കർത്താവ് പറഞ്ഞു സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. ഇത് പറഞ്ഞിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന രംഗം, ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന രംഗം വന്നു. ശിഷ്യഗണം തല ഉയർത്തി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രധാരിയായി ദൂതന്മാരിറങ്ങി വന്ന് ശിഷ്യന്മാരോടൊരു പ്രവചനം നടത്തി. ആ പ്രവചനം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1:11. വായിച്ചുകൂടെ ഉറക്കെ? 1:11. 1:11. ഗലീല പുരുഷന്മാരെ,
നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്തോട് വിളംബരം ചെയ്യുന്നു. ദൂതന്മാർ അരുളി ചെയ്ത പ്രവചനം, ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഏറ്റവും വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നതുമായ ഒരു പ്രവചനം ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. യേശു വീണ്ടും മടങ്ങി വരും. ഈ ആലോചന കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു എന്നും കൂടെ വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വായിച്ചാട്ടെ. അവർ യെരുശലേമിന് സമീപത്ത്, ശിഷ്യന്മാർ യെരുശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. ഇനി പറയുന്ന പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാ. ശ്രദ്ധിച്ചു. ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് തിരിച്ചു വന്നു. ശ്രദ്ധിച്ചേ. യെരുശലേമിൽ എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? വായിച്ചേ. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. പെന്തിക്കോസുകാര് വീട്ടിൽ നിന്ന് പുതുതായിട്ട് എഴുതിക്കൊണ്ട് വന്ന അല്ല, തിരുവെഴുത്ത് വായിക്കുക. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറി കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേദപുസ്തകം വീട്ടിലുള്ളവരെല്ലാം നോക്കിക്കോണം അങ്ങനാണോ എന്ന്. പെന്തിക്കോസുകാർ കള്ളം പറയാന്നൊന്നും പിന്നെ പറഞ്ഞേക്കരുത്. മേപ്പോട്ട് കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഒന്ന് വായിച്ചേ. പത്രോസ്. ആരാ ഈ പത്രോസ് എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ നാട്ടിലെ പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന പോപ്പ്. ഇരിക്കട്ടെ, നല്ല മോശമൊന്നുമല്ലല്ലോ. അപ്പൊ പത്രോസ് ലീഹ അങ്ങോട്ട് കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ് ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദാസ് ലീഗ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. വേദപുസ്തകത്തിലുണ്ടോ? അങ്ങനെ മേപ്പോട്ട് കയറിപ്പോരുടെ പേരുവിവരം കേട്ടോ. പേരുവിവരം: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും സഹോദരങ്ങളോടും ഒപ്പം പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനാണോ? പറ, അങ്ങനാണോ? അപ്പൊ കയറിപ്പോയവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? പത്രോസ് ലീഗായ ഉണ്ട്, തോമസ് ലീഗായ ഉണ്ട്, യൂദാസ് ലീഗായ ഉണ്ട്, യേശുവിന്റെ അമ്മയായ മറിയ ഉണ്ടോ? പറ. ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ സംഭവിച്ചെന്നാ 2-ാം അധ്യായം 1-ാം വാക്യമായിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ. അങ്ങനാണോ അമ്മാമേ? പെന്തക്കോസുകാർ അവരുടെ ഇടയിലോട്ട് വന്ന അങ്ങനാണോ? അങ്ങനെ ഒരു കാറും ഇല്ല അമ്മാമേ. പെന്തക്കോസുകാർ അങ്ങനെ ഒരു കാറും ഇല്ല. പിന്നെന്തുവാ വന്നത്? പെന്തക്കോസ് നാൾ വന്നു. അതെന്തുവാ? 50-ാം പെരുന്നാൾ ദിവസം വന്നു. പെന്തക്കോസ്താ പെരുന്നാൾ ദിനം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവരെല്ലാം ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക് കാത് തുറന്നു കേട്ടോ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഒരു ചോദ്യം, ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്തോ വിളിക്കുന്നത്? പറ. ഇവര് പറയട്ടെ, എന്താ പറയാ? നാട്ടുകാരെന്തോ വിളിക്കുന്നത്? പെന്തക്കോസ്. അങ്ങനാണെങ്കിൽ 1-ാമത്തെ പെന്തക്കോസുകാരി മറിയ അല്ലയോ? ഈ അന്യഭാഷ പറഞ്ഞ കൂട്ടത്തിൽ ഇല്ലയോ? 1-ാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസുകാരൻ തോമസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ. ഇവരൊക്കെ പറഞ്ഞെന്നല്ലേ എഴുതി വെച്ചേക്കുന്നേ. അപ്പൊ ഇനി ആരെങ്കിലും പെന്തക്കോസുകാർക്ക് അമ്മയില്ലെന്ന് പറഞ്ഞാൽ തൻ്റെ അടുത്തോടെ പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോട്ടിരുന്ന അന്യഭാഷ. പിന്നല്ലാതെ പുസ്തകത്തിൽ അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവരെല്ലാവരും അന്യഭാഷ പറഞ്ഞിട്ടാണ് ചെങ്ങന്നൂരിൽ ഞങ്ങൾ കലപിലാന്ന് പറയാൻ തുടങ്ങി. അതുകൊണ്ട് ശ്രദ്ധിച്ച്, അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരു ഭാഗം കൂടെ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? പറ. പത്രോസ് ലീഗ പോപ്പ് പ്രസംഗിച്ചു. എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മ പൂർണ്ണനായി ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചെന്ന് കേട്ടെ. 2:37
ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ ആത്മാവിന്റെ നിറവിൽ പ്രസംഗിച്ചപ്പോ കേട്ടവർക്ക് എന്ത് കൊണ്ടു? കുത്തു. അപ്പം കുത്തു കൊണ്ടപ്പോ ഒരു കാര്യം മനസ്സിലായി, പ്രസംഗിക്കുന്നവൻ ഏതാത്മാവിലാ? പരിശുദ്ധാത്മാവിൽ. അതുകൊണ്ടല്ലേ കുത്തുകൊണ്ട്. ഇപ്പൊ നമുക്ക് കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും താല്പര്യമില്ല. ഇപ്പോഴത്തെ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പം ചിലരുടെ ഫോൺ വിളിയൊക്കെ എടുത്ത് അയ്യോ ഒന്ന് വരണമായിരുന്നടി, ചിരിച്ച് ഊപ്പാടും അങ്ങനെ പറയുന്നത്. ഇപ്പോൾ 11 മണി വരെ ചിരിച്ചെന്നു. നല്ലതാ, ചിരിച്ചു, പിന്നെ കരയാനുള്ളതല്ലേ. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, കുത്തുകൊള്ളണം, പാപബോധം ഉണ്ടാകണം. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി ഉപദേശിയുടെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? പിന്നെ എന്തുവാന്ന് വായിച്ചു കൊടുത്ത് നിർത്താം. വായിച്ചോ. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണ്ടു എന്ന് ചോദിച്ചു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ ചങ്കത്തെ വെച്ച് ചോദിച്ചു. പത്രോസിനോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ ഓരോ വാക്ക് പ്രസംഗിക്കുമ്പോഴും എന്റെ ചങ്കത്ത് കുത്തുകൊള്ളുമായിരുന്നു. പറ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അകത്ത് കയറിയ പാപം പുറത്തു പോകണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. ഷമീർ കൊല്ലം അല്ല പറഞ്ഞത്, പത്രോസ് ലീഹയുടെ പ്രഖ്യാപനം. ഇത് തന്നെയല്ലേ ഞങ്ങളും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇതിൻ്റെ അകത്ത് ഒരു വരി കൂട്ടിയോ, ഒരു വരി കുറച്ചോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ പാപമോചനം കിട്ടുമെന്ന് പത്രോസ് ലീഹ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇത് ഞങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു പരിപാടിയല്ല. വേദപുസ്തകം കയ്യിലുണ്ടെങ്കിൽ തുറന്നു നോക്കണം. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തി ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്കും കൂടെ വായിച്ച് പുസ്തകം അടച്ചേരെ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. മതി, പുസ്തകം അടച്ചു. ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000 പേര് രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം പാസ്റ്ററെ. പിടികെട്ടുന്നുണ്ടോ? അല്ലാതെ പിടിച്ചോണ്ട് പോയി വലിച്ചോണ്ട് പോയി ആ പരിപാടി എവിടെ ഇല്ല. ആരും പിടിച്ചും വലിച്ചും കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കുന്ന പരിപാടി അല്ലത്. ആർക്ക് വേണം കൈപൊക്ക്, ലേലം വിളി ഒന്നും നടന്നില്ല അവിടെ. കുത്തുകൊള്ളുന്ന പ്രസംഗം അങ്ങോട്ട് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ പരിവർത്തിച്ചവർ രംഗത്ത് വന്ന് പറയുന്നു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അങ്ങനെ വളർന്നതാണ് ദൈവസഭ. മനസ്സിലാകുന്നുണ്ടോ? ആരെയും പിടിച്ചും വലിച്ചും നിർബന്ധിച്ചും കൊണ്ടുവരുന്ന പരിപാടിയും മാർഗവും അല്ലത്. 3000 പേര് രംഗത്ത് വന്നു, അവർ സ്നാനമേറ്റു. ശ്രദ്ധിച്ചു കേട്ടു. അപ്പൊ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ പാപമോചനം ലഭിക്കുമെന്ന് ഈ തിരുവഴുത്താണ് ഞങ്ങൾ ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില ആളുകൾ പറയും, പക്ഷേ അത് ശരിയാ, പക്ഷെ ഞങ്ങൾ ചെറുതിലെ സ്നാനപ്പെട്ടതാ. ഏത്? കുഞ്ഞാവെ ആയിരിക്കുമ്പോഴേ ആണോ? അപ്പം മാനസാന്തരവോ? അത് വളരുമ്പം മതിയെന്ന്. പക്ഷെ ഇതിലങ്ങനല്ലല്ലോ വായിച്ചത്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്നാണ് വായിച്ചത്. അപ്പം ഇത് തലതിരിച്ച അത് കുഴപ്പമില്ലെന്ന്. നമ്മളെല്ലാം ഇന്ന് കുളിച്ചിട്ട് തല തോർത്തി. നാളെ തൊട്ടൊരു ചേഞ്ച്, ആദ്യം തല തോർത്തിയിട്ട് പിന്നെ കുളിക്കാം. തലതിരിച്ച് ബുദ്ധിമുട്ടാണ്. ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം പോലും തലതിരിച്ച പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത തിരുവചനം ആരും തലതിരിക്കാൻ നിൽക്കരുത്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്ന് തിരുവെഴുത്ത് പറഞ്ഞാൽ ആദ്യം സംഭവിക്കേണ്ടത് മാനസാന്തരം. മാനസാന്തരം ഒന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെ ഒക്കത്ത് വെച്ച് ഇന്നേക്ക് 2000 വർഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടി വന്നെന്ന് മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞെ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നാനം കഴിപ്പിക്കാം തിരുവെഴുത്തിൻ പ്രകാരം. അപ്പം നിങ്ങൾ പറയും, പാസ്റ്റർക്ക് അത് അറിഞ്ഞുകൂടാത്തോണ്ടാ, മുസ്ലിം എന്ന് പറഞ്ഞതല്ലേ? അതുകൊണ്ടാണ്. കുഞ്ഞിന് പറയാൻ അറിയത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പകരത്തിന് പറയാൻ ഒരാളെ ഞങ്ങൾ
വെക്കാറുണ്ടെന്ന് ചിലർ പറയുക. ഞാൻ ചോദിക്കട്ടെ, നിശ്ചയത്തിന് പള്ളിയിൽ പോയിട്ടുണ്ടോ? നിശ്ചയത്തിന് വേഗം പറ. ഉണ്ട്. പള്ളിയിലച്ഛൻ ചോദിക്കാറുണ്ടോ, സൂസമ്മയെ നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ ജോജാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ, ജനിപ്പിച്ച അപ്പൻ, സ്വന്തം അപ്പൻ പുറകിൽ നിന്നുകൊണ്ട് പറയുക, സമ്മതമാണ്. നടത്തുവോ? പറ, നടത്തുവോന്നു. സ്വന്തം അപ്പനല്ലേ, വാടകയ്ക്കെടുത്തൊന്നും അല്ലല്ലോ. നടത്തുവോ? ഇല്ല. അച്ഛൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. വീണ്ടും ചോദിക്കും, സൂസമ്മയെ നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജോസഫിൻ്റെ ജോജാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ പെണ്ണിൻ്റെ അമ്മ, പ്രസവിച്ച അമ്മ, സമ്മതമാച്ചോ, അവളാ നടത്തണമെന്ന് പറഞ്ഞിരുന്നേ, അങ്ങോട്ട് നടത്തുവോ? ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ജനിപ്പിച്ച അപ്പം പറഞ്ഞാൽ പോരെങ്കിൽ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ, യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ, ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന, എൻഗേജ്മെന്റ് ചെയ്തിരിക്കുന്നെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ആ മണവാട്ടി പദത്തിലേക്ക് വരാൻ പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ല. അമ്മാമേ, നിന്റെ അധരം കൊണ്ട് നീ പറയണം, യേശുക്രിസ്തു എന്ന മണവാളനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ നാഥനുമായി ഞാനിതാ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് മണവാട്ടി പദത്തിലേക്ക് കടന്നു വരുന്നവർ സ്വയം ഏറ്റു പറയണം. അതിനെ ആ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഒറ്റ വാക്കി പറയണം, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, എന്നാൽ പാപമോചനം ലഭിക്കും. അപ്പോൾ ഉണ്ട് അടുത്ത തൊന്തരവ്, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. എന്തെല്ലാം ഇടങ്ങേറാന്ന് നോക്ക്. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, പരദീസിലിരുത്താന്ന് യേശു പറഞ്ഞില്ലേ? സംഗതി ശരിയാ. ഒറ്റ ചോദ്യം, ക്രൂശിലെ കള്ളൻ അഥവാ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ ന്യായപ്രമാണ യുഗത്തിലാണോ മരണപ്പെട്ടത്, കൃപായുഗത്തിലാണോ? അപ്പം അതിപ്പം ന്യായപ്രമാണ യുഗം ഏതാ കൃപായുഗം ഏതാന്ന് അറിയാതിരിക്കുന്ന എന്നോടാണോന്ന്. മോശ മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണത്തിന് കീഴെയും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ഇനി വീണ്ടും വരവ് വരെയുള്ളവർ കൃപയാലുള്ള രക്ഷായുഗത്തിലും ജീവിക്കുന്നു. ഇതിൽ ഏതിലാ കള്ളം മരിച്ചത്? ഇനി പറ. യേശു ഉയർത്തതിന് ശേഷമാണോ? അല്ല, യേശുവിനോട് കൂടെ. അപ്പം ന്യായപ്രമാണത്തിന് കീഴെ കള്ളം മരിക്കും. കള്ളത്തിനോട് യോഹന്നാൻ സ്നാപകൻ ആ കാലത്ത്, ന്യായപ്രമാണ കാലത്ത് വിളിച്ചു പറഞ്ഞ സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവനെന്നല്ലേ? മാനസാന്തരമല്ലേ അങ്ങർക്ക് ക്രൂശി വെച്ചുണ്ടായി. അതുകൊണ്ട് അവനെ പർദീസയിൽ ഇരുത്താന്ന് പറഞ്ഞു. കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിന്നോടും പത്രോസ്ലീഹ പറഞ്ഞ എന്തുവന്നാ വായിച്ചേ? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പി. ഇതാ കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിന്നോടും പോപ്പ് പറഞ്ഞു. അപ്പം നീ ന്യായപ്രമാണത്തിന് കീഴിലെ കള്ളനെ നോക്കിയിരുന്നിട്ട് അവൻ പർദീസയിലും പോകും, നീ നരകത്തിലും പോകും. മനസ്സിലായോ വല്ലോ? അതുകൊണ്ട് ഇടങ്ങേറും കൊണ്ടിരിക്കാതെ സ്നാനപ്പെട്ടേ തീരൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാം, മനുഷ്യന്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം ലഭിപ്പാൻ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപമോചനം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. സകല ലോക സംഭവങ്ങളും കർത്താവിൻ്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ, ഒരുപക്ഷെ ഇന്ന് രാത്രി കർത്താവ് വന്നാൽ, ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ എനിക്കും ആ കർത്താവിനോടുകൂടെ പോകണം. അല്ല ഞാനും പോകുമെന്ന് മാറാത്തൊരു തീരുമാനമെടുത്തിട്ട് വേണം ഈ പന്തൽ വിട്ടു പോകാൻ. പുറം ഭാഗത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിപ്പിൽ ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിപ്പിൽ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് ലോകത്തിന്റെ വെളിച്ചമായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന പക്ഷം വെളിച്ചം വരുന്നിടത്ത് ഇരുട്ട് ഓടി മാറുമെന്നതുപോലെ യേശു അകത്ത് വരുമ്പോൾ നിന്റെ അകത്തിരിക്കുന്ന പാപമെന്ന ഇരുട്ട് പുറത്തു പോകും. നീ വെളിച്ചത്തിൽ നടക്കുന്നവനാകും. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ഈ ഭൂമിയിലും വരുവാനുള്ള സ്വർഗരാജ്യത്തിൽ സൗജന്യ പ്രവേശനവും സാധ്യമാക്കി തരുന്നു ഈ സുവിശേഷം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി കർത്താവ് വന്നാൽ ഞാനും പോകും, എനിക്കും പോകണമെന്ന് ഇന്ന് രാത്രി നിശ്ചയമുള്ളവരെല്ലാം ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഒരുമിച്ച് കരങ്ങളടിച്ച് ശക്തിയോടെ ചേർന്ന് പാടി